ഞാൻ മണാലിക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് എന്റെ കണ്ണിൽ കാണുന്ന എല്ലാവരും കളിയാക്കാൻ പോകണം അല്ലെങ്കിൽ ട്രോളാൻ പോവാണ് ഞാൻ. പോരാത്തതിന് ഓഫ് റോഡ് പോയിട്ട് കാർ അപകടം പറ്റിയ വീഡിയോ കൂടിയാണിത്. ഈ കാണുന്ന ബസ്സിൽ ഈ കാണുന്ന ഗൗരവമുള്ള ചങ്ങായാണ് ഞങ്ങളെ മണാലിയിൽ കൊണ്ടാക്കിയത്. മണാലി എത്തിയിട്ട് ഞങ്ങളുടെ ഡ്രൈവർ ഇദ്ദേഹമാണ്. ഇയാൾ കുറച്ച് തമാശക്കാരനാണ് കേട്ടാ. മണാലി എത്തി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പൊന്നുപോലെ നോക്കുന്നത് ഈ കാണുന്ന ജഫ്രി ചേട്ടനും. പിന്നെ അവിടെ എത്തിയതും ചാർലിയിലെ ദുൽഖറിനെ പോലത്തെ ഒരു ഡ്രസ്സ് എടുത്തു. പക്ഷെ പിള്ളേർ ചാക്കുമാപ്പളിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഒഴിവാക്കി. ചെറിയൊരു വില്ലേജിൽ അടിപൊളി റൂമും നല്ല അറ്റ്മോസ്ഫിയറും. റൂമിന്റെ വെളിയിൽ വാടിയ കുറച്ച് കഞ്ചാവ് തോട്ടവും വാടിയ ആപ്പിൾ ചെടിയും. ശേഷം ചേട്ടന്റെ ഓഫ് റോഡ് ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ കയറാ ഓഫ് റോഡ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ നേരെ പോവാണ്. ആ പോക്ക് നേരെ ഒരു കാറിൽ കൊണ്ട് ഇടിച്ചു. ഒരു ഓഫ് റോഡിന് മൊത്തം ചെലവായത് 50,000 രൂപയായി. അതൊക്കെ ശരിയാക്കാൻ പൈസ കൊടുത്തപ്പോൾ അടുത്ത റൈഡിന് പോവാണ്. ശേഷം ടൗണിൽ കൂടെ ഇറങ്ങി നടന്നപ്പോൾ ഒരു ചങ്ങായിക്ക് ചീട്ട് കളിക്കാൻ ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ചീട്ട് കളിക്കണം. ശേഷം നല്ല നല്ല അമ്പലങ്ങളും നല്ല വ്യൂ ഉള്ള അമ്പലങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ തണുപ്പ് കാരണം തീവ്രവാദി ഭീകര ലുക്കിലാണ് ഞാൻ നടക്കുന്നത്. നമ്മുടെ നാളത്തെ പശുവിനെ പോലെ 2 കൊമ്പുള്ള പശുവിനെ പോലത്തെ ഒരു മൃഗത്തിന് ഇവിടെ കണ്ടുകൂട്ടാ. പിന്നെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ഡ്രൈവർ എന്തൊക്കെയോ ഹിന്ദിയിൽ കോമഡി പറഞ്ഞ് ഒറ്റയ്ക്ക് ചിരിക്കും. ഹിന്ദി അറിയാത്തതുകൊണ്ടൊന്നും മനസ്സിലായില്ലെങ്കിലും ആള് വളിയുണ്ടാന്ന് പറഞ്ഞ് ഞാനും ചിരിക്കും. പിന്നെ മഞ്ഞൊന്ന് കാണാൻ പോയിട്ടാ. മണാലിയിലെ മഞ്ഞ് മുഴുവൻ തണുപ്പാണ്. മഞ്ഞിന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പോരാത്തതിന് മഞ്ഞിന് മൂത്രമൊഴിക്കണമെന്ന് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ അതും നടന്നു. പിറ്റേ ദിവസം മലകയറാൻ പോയപ്പോൾ ഇവിടുത്തെ നായ്ക്കളെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. വല്ല കരടികളിനെ പോലെ ഉണ്ട് അവിടുത്തെ നായ്ക്കളിനെ കാണാൻ. മുമ്പ് എനിക്കൊരു നായി ഫോട്ടോ പോസ് വന്നു. അതുപോലെ ഈ പട്ടിന്റെ ചോദിച്ചപ്പോൾ ഇതാ മൂത്രമൊഴിച്ച് കാണിക്കുകയാണ്. ഞാൻ പേടിച്ച് മലകയറുമ്പോൾ ഈ ചങ്ങായി വല്ല സ്പൈഡർമാനെ പോലെ ഓടിയിട്ടാ കയറുന്നത്. സമ്മതിച്ച് ഇയാളെ അവിടെ കണ്ടിറങ്ങിയപ്പോൾ നമ്മുടെ നടത്ത റബ്ബർ തൊഴി പോലത്തെ കാട്. പിന്നെ നിങ്ങൾക്ക് മണാലി വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജഫ്രി ചേട്ടന്റെ പാക്കേജ് ഡീറ്റെയിൽസ് ഞാൻ അടിയിൽ കൊടുക്കാട്ടാ. ആളെല്ലാവരും നമ്മളെ കൊണ്ടുപോയി ചുറ്റി കാണിക്കും. ഓഫ് റോഡ് മാത്രമല്ല ആരും വേണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കണ്ട.